In literature, we can see wonderful animal stories. Here we are discussing such a story, The Three Royal Monkeys by Walter de la Mare. Walter de la Mare is a famous English poet, short story writer, and novelist. He is mainly noted for his horror stories and children's books. വാൾട്ടർ ഡി ലാ മേയർ എന്ന പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ ദ ത്രീ റോയൽ മങ്കീസ് എന്ന നോവലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റോറിയിൽ ഇറ്റ് ഈസ് ദി അഡ്വഞ്ചറസ് സ്റ്റോറി ഓഫ് ത്രീ മങ്കീസ്. മൂന്ന് കുരങ്ങന്മാരുടെ അഡ്വഞ്ചറസ് യാത്രയാണ് ഇതിൽ പറയുന്നത്. ദ നെയിം ഓഫ് ദി മങ്കീസ് ആർ തുമ്പ, തിമ്പല ആൻഡ് ഉമ്മനോദ. ഈ മൂന്ന് മങ്കീസ് ആൻഡ് ദർ പാരൻസ് ആർ സീലം ആൻഡ് മുട്ടാമറ്റുവ. അതേപോലെ സീലം എന്നീ പാരൻസിന്റെ മക്കളാണ് തുമ്പ, തിമ്പുല ആൻഡ് ഉമ്മനോദ. ഇവരുടെ അഡ്വഞ്ചറസ് ജേർണിയാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. ദ ത്രീ മുല്ല മൾഗേഴ്സ് വാസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈറ്റിൽ. ഈ കഥയുടെ ആദ്യത്തെ പേര് ത്രീ മുല്ല മൾഗേഴ്സ് എന്നായിരുന്നു. ആൻഡ് ലേറ്റർ ഹി റീടൈറ്റിൽഡ് ഇസ് ദ ത്രീ റോയൽ മങ്കീസ്. പിന്നീട് വാൾട്ടർ ഡി ലാ മേയർ ഇതിനെ റീടൈറ്റിൽ ചെയ്തതാണ്, വീണ്ടും മറ്റൊരു പേര് കൊടുത്തതാണ് ദ ത്രീ റോയൽ മങ്കീസ് എന്ന പേര്. ദ സ്റ്റോറി ഈസ് റിഗാർഡഡ് ആസ് ദി ക്ലാസിക് ആനിമൽ ഫാന്റസി. ക്ലാസിക് ആനിമൽ ഫാന്റസി എന്നാണ് ഈ ഒരു സ്റ്റോറി അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രൈമർലി എ ബുക്ക് ഫോർ ചിൽഡ്രൻ ബട്ട് ക്യാപ്റ്റിവേറ്റ്സ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടത്, ഒരു ചിൽഡ്രൻ ബുക്കാണ് എങ്കിൽ തന്നെയും എല്ലാ പ്രായത്തിലുള്ള എല്ലാ ആളുകളെയും ആകർഷിക്കാൻ ഈ പുസ്തകത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക് ആനിമൽ ഫാന്റസി എന്നറിയപ്പെടുന്നത്. ഹിയർ നമ്മൾ പറഞ്ഞു പാരൻസ് സീലം റോയൽ മങ്കി, അല്ലെങ്കിൽ സീലം എന്നത് ഹി ബിലോങ്സ് ടു റോയൽ മുല്ല മൾഗേഴ്സ് ഫാമിലിയിൽപ്പെട്ട ആളാണ്, റോയൽ ബ്ലഡ് ആണ്. ആൻഡ് ഹി ഇസ് ദി ഫാദർ മങ്കി. ഫാദർ മങ്കിയുടെ പേര് സീലം. ദെൻ മുട്ടാമറ്റുവ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ആൻഡ് ദേ ഹാവ് ത്രീ ചിൽഡ്രൻ, മൂന്ന് മക്കളാണ്. തുമ്പ അല്ലെങ്കിൽ തുമ്പ്, ദെൻ തിമ്പൂല അല്ലെങ്കിൽ ടിമ്പിൾ, ദെൻ ഉമ്മനോദ അല്ലെങ്കിൽ നോദ്. അങ്ങനെ അറിയപ്പെടുന്ന മൂന്ന് കുട്ടികൾ. മുറ്റാമറ്റുവ ആൻഡ് ഓൾഡ് ഗ്രേ മൽഗാർ tells her three sons to go to their father's country named Tishnar after her death. മുറ്റാമറ്റുവ അവരുടെ അമ്മയാണ്, ഈ മൂന്ന് മങ്കികളുടെ അമ്മയാണ് മുറ്റാമറ്റുവ. ഷീ ഈസ് ഇൻ ഡെത്ത് ബെഡ്, മരണക്കിടക്കയിലാണ്. മരണക്കിടക്കയിലാകുന്ന സമയത്ത് മക്കളെ മൂന്നുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, യു ഹാവ് ടു ഗോ ടു തിഷ്നാർ. തിഷ്നാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് യുവർ ഫാദർ, നിങ്ങളുടെ അച്ഛന്റെ സ്ഥലമാണ്. അതായത് അച്ഛൻ ഒരു 7 വർഷം മുൻപ് ഇവരെ വിട്ടുപോയതാണ്. ആൻഡ് ഹി ഈസ് ഇൻ സെർച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് കിങ്ഡം. അയാളുടെ സഹോദരന്റെ കിങ്ഡം തേടി പോയതാണ്. ആ ഒരു യാത്രയിൽ ഈ അമ്മയും മക്കളും തനിച്ചാണ്. അങ്ങനെ അമ്മ മരണക്കിടക്കയിലാണ്. ആൻഡ് ഷീ കോൾസ് ദീസ് ത്രീ ചിൽഡ്രൻ ആൻഡ് ആസ്ക്സ് ദം ടു ഗോ ടു തിഷ്നാർ. തിഷ്നാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്ലേസ് ഓഫ് ദെയർ ഫാദർ. Then Seelam, the royal Mulgar, is the brother of the Prince of Asaziman. Prince of Asazimanന്റെ സഹോദരനാണ്. ആ പ്രിൻസ് ഓഫ് അസാസിമൻ എന്ന സഹോദരന്റെ അടുത്തേക്കാണ് ഇദ്ദേഹം ഈ 7 വർഷം മുൻപ് പോകുന്നത്. ആൻഡ് ഹി ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് മുൻസ ഫോർ 13 years. മുൻസ എന്ന ഫോറസ്റ്റിൽ 13 വർഷമായി ഇദ്ദേഹം കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു. സീലം ഈ തന്റെ ഫാമിലിയോടൊപ്പം ജീവിക്കുന്നത് മുൻസ എന്ന ഫോറസ്റ്റിലാണ്. വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് സീലം വെന്റ് ടു തിഷ്നാർ. തിഷ്നാറിലേക്ക് സീലം പോയി, ഫാദർ മങ്കി പോയി. ആൻഡ് ഓൺ ഹിസ് ഡിപ്പാർച്ചർ ടൈം he asked his wife Mutamatuwa to send their children to the valley of Tishnar and gave a wonderful stone to get help from there. അദ്ദേഹം 7 വർഷങ്ങൾക്ക് മുൻപ് തിഷ്നാറിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന ആ സമയത്ത് ഭാര്യയെ വിളിച്ച് പറഞ്ഞു, നീ മക്കളെ തിഷ്നാറിലേക്ക് അയക്കണം. തിഷ്നാറിലേക്ക് അയക്കുമ്പോൾ അവർക്ക് സഹായത്തിനായിട്ട് ഈ കല്ല് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഒരു മാജിക് സ്റ്റോൺ കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് മിൽക്ക് വൈറ്റ് സ്റ്റോൺ. പാല് പോലെ വെളുത്ത ഒരു കല്ലാണ്, മാജിക് സ്റ്റോൺ ആണ്. ആ കല്ലിന്റെ സഹായത്തോടു കൂടി അവർക്ക് തിഷ്നാറിൽ എത്താൻ പറ്റും എന്ന് പറഞ്ഞ് ഒരു കല്ലും കൊടുക്കുന്നു. ആൻഡ് ഹി taught the children how to make fire, send and take honey, then make huts, find ways with the help of the stone
and speak common language of forest monkeys. ഇങ്ങനെ പോകുന്നതിന് മുൻപ് അദ്ദേഹം മക്കളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. എങ്ങനെ ഫയർ ഉണ്ടാക്കാം, തീ ഉണ്ടാക്കാം, അതേപോലെ തന്നെ സെന്റ് എങ്ങനെ ഉണ്ടാക്കാം, തേൻ എടുക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ കുടിലുകൾ എങ്ങനെ ഉണ്ടാക്കാം, ചെറിയ ചെറിയ കൂരകൾ എങ്ങനെ ഉണ്ടാക്കാം, പിന്നീട് ഈ മാജിക് സ്റ്റോൺ ഉപയോഗിച്ച് എങ്ങനെ വഴി കണ്ടെത്താം, അതേപോലെ ഫോറസ്റ്റിലുള്ള മറ്റ് കുരങ്ങന്മാരുടെ ഭാഷ, കോമൺ ലാംഗ്വേജ്, ഇതൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. And the mother told Nod to spit on the white magic stone and rub 3 times softly to get help from Tishna. ഈ സമയത്ത് നോഡ് എന്ന ഇളയ മകനാണ്, യങ്ങസ്റ്റ് സണ്ണാണ് നോഡ്. നോഡിന് മാത്രമാണ് ഈ മാജിക്കൽ പവർ ഉപയോഗിക്കാനുള്ള കഴിവുള്ളൂ. അപ്പൊ നോഡിന്റെ കയ്യിൽ ഈ കല്ല് കൊടുത്തിട്ട് പറയുന്നു, ആദ്യം ഈ കല്ലിൽ തുപ്പണം. എന്നിട്ട് തുപ്പിയിട്ട് 3 പ്രാവശ്യം സോഫ്റ്റ് ആയിട്ട് ഉരയ്ക്കുകയാണ് എങ്കിൽ ദാറ്റ് സ്റ്റോൺ വിൽ ഹെൽപ്പ് യു ടു റീച്ച് തിഷ്ണ. നിന്റെ വഴി കാണിച്ച് നിന്നെ തിഷ്ണറിൽ എത്തിക്കാൻ ഈ കല്ലിന് സാധിക്കുമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് നെവർ ലെൻഡ് ഓർ ഗിവ് എവേ ദ സ്റ്റോൺ ടു എനിവൺ. പിന്നീട് ഒന്നും കൂടി പറയുന്നു, നെവർ ലെൻഡ് ഓർ ഗിവ് എവേ ദി സ്റ്റോൺ ടു എനിവൺ. വേറൊരാൾക്കും ഈ കല്ല് കൊടുക്കാൻ പാടില്ല. കടമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരിടത്തും ഈ കല്ല് പോകാൻ പാടില്ല. ആൻഡ് we have already said that among the children it can be used only to node. നോഡിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദിയർ മദർ ദേ വെന്റ് ടു തിഷ്ണ. അങ്ങനെ ആ മുറ്റാമറ്റുവയുടെ മരണത്തിന് ശേഷം ഈ കുട്ടികൾ, ഈ 3 മങ്കികളും തിഷ്ണാറിലേക്ക് പോകാൻ തയ്യാറാകുന്നു. ഓൺ ദെയർ വേ സം പിഗ്സ് ഡിസ്ട്രോയ് ദെയർ തിങ്സ്. അവർ പോകുന്ന യാത്രയിൽ അവരുടെ വസ്തുവകകൾ ഈ കുറെ പന്നിക്കൂട്ടം വന്ന് ആക്രമിക്കുന്നു. ഈ 3 മങ്കികളെല്ലാം കെട്ടിപ്പറക്കി പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവരെ കുറെ പന്നികൾ ആക്രമിക്കുന്നു. ഓൺ ദെയർ വേ ടു തിഷ്ണ ദേ ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. തിഷ്ണാറിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. ആൻഡ് ദേ വർ കോട്ട് ബൈ എഫലാൻഡോസ്. എഫലാൻഡോസ് അവരെ പിടികൂടുന്നു. പക്ഷേ അവിടെ നിന്നും they said that they are the servants of Tishna. തിഷ്ണാറിലെ സെർവൻസ് ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. And they saw the dwelling of Ganga Malgar after 5 days journey and near the boat of Ganga Malgar to cross the river filled with crocodiles. ക്രൊക്കോഡിലോസ് അല്ലെങ്കിൽ ക്രൊക്കോഡൈൽസ് നിറഞ്ഞ നദി കടക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഗംഗാ മൽഗാറിന്റെ ബോട്ട് വേണം. 5 ദിവസം യാത്ര ചെയ്തതിന് ശേഷമാണ് ആ ഗംഗാ മൽഗാറിന്റെ താമസ സ്ഥലം കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഗംഗാ മൽഗാർ പ്രിസൺസ് നോഡ് ബട്ട് ഹി എസ്കേപ്സ്. ഈ സമയത്ത് ഗംഗാ മൽഗാറിന്റെ ബോട്ട് ഒളിച്ച് കടത്താൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ നോഡിനെ അയാൾ പിടികൂടുന്നു. അങ്ങനെ നോഡിനെ പിടികൂടിയെങ്കിലും അവിടെ നിന്നും നോഡ് രക്ഷപ്പെടുന്നു. അവന്റെ കയ്യിൽ നമ്മൾ പറഞ്ഞു മാജിക് സ്റ്റോൺ ഉണ്ട്, അത് ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. ആൻഡ് ക്രോസസ് ദ റിവർ. അങ്ങനെ ആ നദി കടക്കുന്നു. They eat the bread that Nod took from Ganga Malgar and become unconscious. ഈ സമയത്ത് ഗംഗാ മൽഗാറിന്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ച ബ്രെഡ് ഉണ്ടായിരുന്നു. ആ ബ്രെഡ് നദി കടന്നതിന് ശേഷം അവർ കഴിക്കുന്നു. ഇവർ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധം കെട്ടുപോകുന്നു, അൺകോൺഷ്യസ് ആയി മാറുന്നു. ആൻഡ് നോഡ് ഓപ്പൺസ് ഹിസ് ഐസ് ആഫ്റ്റർ സം ടൈം ആൻഡ് റിയലൈസസ് ദാറ്റ് ഹി വാസ് കോട്ട് ബൈ മിനി മ്യൂൾസ്. ഈ സമയത്ത് അൺകോൺഷ്യസ് ആണ് അവര്. കുറച്ച് കഴിഞ്ഞ് ബോധം വരുന്ന സമയത്ത് നോഡ് മനസ്സിലാക്കുന്നു മിനി മ്യൂൾസ് തന്നെ പിടികൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ദേ വെയർ വൂണ്ടഡ് ബൈ ദി പോയിസൺ ഡാർട്സ് ഓഫ് ദി മിനി മ്യൂൾസ്. ഈ മിനി മ്യൂൾസിന്റെ കൊമ്പുകൾ കൊണ്ട് ഇവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ വിഷം നിറഞ്ഞ ആ പല്ലുകൾ കൊണ്ട് അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. അതേപോലെ ദേ ഓൾ എസ്കേപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി മാജിക് സ്റ്റോൺ ഓൺ 3 Zavaras, the horses of Tishna. ഈ മിനി മ്യൂൾസിന്റെ ഇടയിൽ നിന്നും അവര് മാജിക് സ്റ്റോൺ ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. അവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് തിഷ്ണാറിലെ കുതിരകളായ സവേറാസ് എന്ന കുതിരകളാണ്. ആ 3 കുതിരപ്പുറത്ത് കയറി ഈ 3 സഹോദരങ്ങൾ രക്ഷപ്പെടുന്നു. പക്ഷേ രക്ഷപ്പെടുന്ന സമയത്ത് വഴിതെറ്റി പോകുന്നു നോഡിന്. ഇൻ ദിസ് ടൈം നോഡ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ബ്രദേഴ്സ്. ഈ സമയത്ത് നോഡ് അവന്റെ സഹോദരന്മാരിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോകുന്നു, വേറിട്ട് പോകുന്നു. ആൻഡ് ആൻ ഓൾഡ് ഗ്രേ ഹെയർ ക്വറ്റ സേവ്ഡ് ഹിം ഫ്രം മിനി മ്യൂൾസ്. ക്വറ്റ എന്ന ഒരു ഹെയർ ആണ്, അത് ഈ നോഡിനെ മിനി മ്യൂൾസിൽ നിന്നും രക്ഷിക്കുന്നു. നോഡ് ദെൻ മീറ്റ്സ് ആൻ ഓംഗാർ, എ ഹ്യൂമൻ നെയ്മഡ് ആൻഡി ബാറ്റ്ലർ.
ഈ സമയത്ത് കോട്ടയോടൊപ്പമാണ് നോഡുള്ളത്. അങ്ങനെ ആ നോഡ് ഒരു മനുഷ്യനായ ആന്റി ബാറ്റിൽ എന്ന ഒരു ഓംകാർ അല്ലെങ്കിൽ ഹ്യൂമൻ മനുഷ്യനെ പരിചയപ്പെടുന്നു. ആൻഡ് ഹി ടീച്ചസ് ഹിം ഇംഗ്ലീഷ് വേർഡ്സ്. ഈ ആന്റി ബാറ്റിൽ ഇംഗ്ലീഷ് വാക്കുകൾ നോഡിന് പറഞ്ഞു കൊടുക്കുന്നത്. എക്സാമിന് ചോദിക്കാം, ഹു ടോട്ട് നോട്ട് ഇംഗ്ലീഷ് വേർഡ്സ്. ഇംഗ്ലീഷ് വേർഡ്സ് പറഞ്ഞു കൊടുക്കുന്നത് നോഡിന് പറഞ്ഞു കൊടുക്കുന്നത് ഇറ്റ് ഈസ് an Oomgar or human named Andy Battle. Then Mirsha tells about Immanala, the queen of shadows, who wants to kill the Oomgar, and if he wants to save him, he needs to kill Immanala. ഈ സമയത്ത് മിർഷ നോടിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഈ ഓംകാറിനെ കണ്ടാൽ കൊല്ലാൻ കാത്തിരിക്കുകയാണ് ഇമ്മനല എന്ന ക്വീൻ ഓഫ് ഷാഡോസ്. നിഴലുകളുടെ ദേവതയാണ്, നിഴലുകളുടെ റാണിയാണ് ഇമ്മനല. അവര് ഈ ഓംകാറിനെ, ആന്റി ബാറ്റിൽ എന്ന ഈ ഓംകാറിനെ കൊല്ലാൻ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. ഇനി അവനെ രക്ഷിക്കണമെങ്കിൽ, തന്നെ ഇംഗ്ലീഷ് വാക്കുകൾ പഠിപ്പിച്ച ഈ ആന്റി ബാറ്റിലിനെ രക്ഷിക്കണമെങ്കിൽ ഹി ഹാസ് ടു കിൽ ഇമ്മനല. ഇമ്മനല എന്ന ക്വീൻ ഓഫ് ഷാഡോസിനെ കൊല്ലണമെന്നും പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് നോഡ് കിൽസ് ഇമ്മനല വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി മാജിക് സ്റ്റോൺ. തന്റെ മാജിക് സ്റ്റോൺ ഉപയോഗിച്ച് ഈ ഇമ്മനല എന്ന ക്വീൻ ഓഫ് ഷാഡോസിനെ കൊല്ലുന്നു. ആൻഡ് ഹി ക്രോസ്ഡ് ദ ഹിൽസ് കുഷ്, ഹട്ട്, സട്ട്, സ്കിബ്ഡ്, സോം, മക്കിരി ആൻഡ് മൂട്ട്. 6 ഹിൽസ് ആണ്. ഈ 6 ഹിൽസും കടക്കുന്നു. ആൻഡ് ദെൻ സോ ദ 7th ഹിൽ ഓഫ് അരക്കബോവ. അരക്കബോവ എന്ന 7ാമത്തെ കുന്ന് കാണുന്നു. ആൻഡ് മുല്ല മൂന സെൻസ് ഗിബ്ബ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു ഹെൽപ്പ് ഹിം. ഈ സമയത്ത് മുല്ല മൂന നോഡിന്റെ സഹായത്തിന് കുറച്ച് ആളുകളെ വിടുന്നു. ഓൺ ദ വേ ഈഗിൾസ് അറ്റാക്ഡ് ദം ആൻഡ് ടേക്സ് അവേ ദ സ്റ്റോൺ. അങ്ങനെയുള്ള യാത്രക്കിടയിൽ കുറച്ച് ഈഗിൾസ്, പരുന്തുകൾ വന്ന് ഈ നോഡിനും കൂട്ടരെയും ആക്രമിക്കുന്നു. അങ്ങനെ അവന്റെ മാജിക് സ്റ്റോൺ നഷ്ടപ്പെടുന്നു. പക്ഷേ ഒരു ഈഗിളിന്റെ വായിൽ നിന്നും ഈ സ്റ്റോണ് അവൻ എടുക്കുന്നു. Then Gibba told him that he knows their father who once crossed the way. ഈ സമയത്ത് ഗിബ്ബ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ അച്ഛനെ അറിയാം, ഒരിക്കൽ അദ്ദേഹം ഈ വഴി കടന്നു പോയതാണ്, അതുകൊണ്ട് സീലത്തിനെ അറിയാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. Then Nod and others cross the phantom guarded orchards of Mulgar Minza with the help of magic stone. ഈ സമയത്ത് വീണ്ടും അടുത്ത കടമ്പയാണ് ഫാൻഡം ഗാർഡഡ് ഓർച്ചാർഡ്സ് ഓഫ് മുർഗാൻ മീരാഡ്സ്. മുർഗാൻ മീരാഡ്സിന്റെ ഫാൻഡം അല്ലെങ്കിൽ ആ പ്രേതഭൂതങ്ങൾ, ഫാൻഡം അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരു പൂന്തോട്ടമുണ്ട്. അതും കടന്ന് അവർക്ക് പോകണം. അത് കടക്കാൻ, ആ ഒരു ഗാർഡൻ കടക്കാൻ അവരെ സഹായിക്കുന്നത് മാജിക് സ്റ്റോൺ ആണ്. ആൻഡ് നോഡ് ഗിവ്സ് ഹിസ് മാജിക് സ്റ്റോൺ ടു എ വാട്ടർ nymph. what she cannot use it and she returns it. ഈ ഒരു യാത്രയിൽ ഒരു ജലദേവതയ്ക്ക് നോഡ് തൻ്റെ മാജിക് സ്റ്റോൺ കൊടുക്കുന്നു. നേരത്തെ മുട്ടാമറ്റു അവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെവർ ലെൻഡ് ഓർ ഗിവ് അവേ ദി സ്റ്റോൺ ടു അതേഴ്സ്. ഒരിക്കലും നീ ഈ സ്റ്റോൺ കടമായിട്ടോ അല്ലെങ്കിൽ വെറുതെയോ ആർക്കും കൊടുക്കാൻ പാടില്ല, നിന്റെ കയ്യിൽ നിന്ന് ഈ സ്റ്റോൺ കൈമാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ നോഡ് ഒരു ജലദേവതയ്ക്ക് ഈ വാട്ടർ സ്റ്റോൺ കൊടുക്കുന്നു. പക്ഷേ ആ ജലദേവതയ്ക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞു നോഡിന് മാത്രമാണ് ആ മാജിക് പവർ ഉള്ളത്, കപ്പാസിറ്റി ഉള്ളത്. ആ മാജിക് പവർ ഉള്ളത് നോഡിന് മാത്രമാണ്, അവന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ജലദേവത തിരിച്ചു കൊടുക്കുന്നു. ആൻഡ് ഷീ ഹെൽപ്സ് ഹിം ടു ക്രോസ് ദ റിവർ ആൻഡ് റീച്ച് ദ പാലസ് ഓഫ് അസാസിമോൺ. എന്താണ് മാജിക് സ്റ്റോൺ കൊടുക്കാൻ അവന്റെ മനസ്സിന്, അവൻ കാണിച്ച ആ മനസ്സിന് പ്രതിഫലമായിട്ട് ആ ജലദേവത അവനെ നദി കടക്കാൻ സഹായിക്കുന്നു. അങ്ങനെ നദി കടന്ന് അവരെത്തുന്നത് പാലസ് ഓഫ് അസാസിമോൺ, അതായത് ഹിസ് ഫാദേഴ്സ് പ്ലേസ്. അവന്റെ അച്ഛൻ പോയ സ്ഥലം, അവന്റെ അച്ഛന്റെ സ്ഥലം അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരന്റെ സ്ഥലം, അച്ഛന്റെ സ്ഥലം തന്നെയാണ്. ആ സ്ഥലത്ത് എത്തിച്ചേരാൻ ആ ജലദേവത അവരെ സഹായിക്കുന്നു. അങ്ങനെ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ മങ്കീസ് അവിടെ എത്തിച്ചേരുന്നു. ഇതാണ് ദ 3 റോയൽ മങ്കീസ്. ബിഫോർ ഗോയിങ് ടു തിഷ്ന, Zealam also taught 4 important ways of the man monkeys. തിഷ്നാറിലേക്ക് പോകുന്നതിന് മുൻപ്, 7 വർഷങ്ങൾക്ക് മുൻപ് തിഷ്നാറിലേക്ക് പോകുന്നതിന് മുൻപ് സീലം തന്റെ മക്കൾക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു കൊടുത്തു. എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ടു നെവർ വാക്ക് ഫ്ലോംബോ ഓൺ ഓൾ ഫോർസ്.
4 കാലിൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ബട്ട് ടു വാക്ക് അപ്രൈറ്റ്, നേരെ നിവർന്ന് നടക്കണം. ദെൻ ടു നെവർ ടേസ്റ്റ് ബ്ലഡ്, ഒരിക്കലും ബ്ലഡ് രുചിച്ച് നോക്കാൻ പാടില്ല. ദെൻ ടു നെവർ ക്ലൈംബ് ട്രീസ്, മരത്തിൽ ചാടിക്കയറാൻ പാടില്ല. ആൻഡ് ടു നെവർ ഗ്രോ എ ടെയിൽ അൺലെസ് ഇൻ ഡേഞ്ചർ ഓർ ഡെസ്പെയർ, വാല് വളർത്താൻ പാടില്ല. വാല് അത് എന്താണ് വളർത്തുന്നത്, നീട്ടുന്നതിന് കാരണം രണ്ട് ഘട്ടങ്ങളിൽ മാത്രമേ അത് നീട്ടാൻ പാടുള്ളൂ. ഒന്ന്, വെനെവർ യു ആർ ഇൻ ഡേഞ്ചർ ഓർ ഇൻ ഡെസ്പെയർ, നിരാശയോ അല്ലെങ്കിൽ അപകടമോ ഉള്ള സമയത്ത് മാത്രമേ വാല് നീട്ടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അടക്കി പിടിച്ച് ജീവിക്കുക. ഈ 4 കാര്യങ്ങളാണ്. അത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൗ ടു മേക്ക് ഫയർ, ദെൻ സെൻഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇതിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നീട് ഇതിനകത്ത് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് മാജിക് സ്റ്റോൺസ് ഓർ ബൈ യൂസിങ് ദ മാജിക് സ്റ്റോൺ ഹൗ ദ മങ്കീസ് റീച്ച്ഡ് തിഷ്നാർ, തിഷ്നാറിൽ എത്തിയത് എങ്ങനെയാണ്, ഈ മാജിക് സ്റ്റോൺ ഉപയോഗിച്ച് അവരെത്തിയത് എങ്ങനെയാണെന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ ലൈഫ് ഓഫ് 3 monkeys ഓർ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് 3 monkeys, ഈ മങ്കീസിന്റെ ഈ 3 മങ്കികളുടെ അഡ്വഞ്ചേഴ്സ് വെൻ ദേ ആർ മൂവിങ് ഓൺ ടു തിഷ്നാർ, തിഷ്നാറിലേക്ക് പോകുന്ന വഴിക്ക് അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇതിനകത്ത് നിന്ന് ചോദിക്കാം. ആൻഡ് ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.